Hi all, this is Angelit. Welcome to Study Table. The Song of Songs and ആക്ടിവിറ്റീസും അതേപോലെ യൂണിറ്റ് 2 അവസാനം കാണുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോങ് ഓഫ് സോങ്സിൻ്റെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടിരുന്നു. ഓക്കെ, ഇതോടെ യൂണിറ്റ് 2 ആക്ടിവിറ്റീസ് തീരുന്നതായിരിക്കും. സോ ഹിയർ വി ബിഗിൻ ദ ഫസ്റ്റ് ആക്ടിവിറ്റി. Here are a few words generally used to describe a person. Refer to a good dictionary and find out the meaning of the unfamiliar words given in the list. ഇത് നോക്കി ഈ ബോക്സിൽ കുറച്ച് വേർഡ്സ് നമുക്ക് കാണാം. നമ്മൾ ഓരോ ആളുകളുടെ പ്രത്യേകതകൾ സവിശേഷതകളെ പറയുമ്പോൾ ഓരോ ആൾക്ക് ഇന്ന ഗുണമുണ്ട് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണിത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കുറച്ച് വാക്കിൻ്റെ മീനിങ് ഞാൻ തരാം, നിങ്ങൾ എഴുതുക. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ അത് ഡിക്ഷണറി നോക്കി എഴുതുക. ഓക്കെ, ദ ഫസ്റ്റ് വൺ ക്യൂരിയസ്. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ആകാംക്ഷ എന്നൊക്കെ പറയത്തില്ലേ? ഹാവിങ് യുവർ ഷോയിങ് ടു മച്ച് ഇൻട്രസ്റ്റ് ഇൻ ദ അഫയേഴ്സ് ഓഫ് അതേഴ്സ്. ഓക്കെ, കെയറിങ്. കെയറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഷോയിങ് കൺസേൺ ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ കെയർ ചെയ്യുക അല്ലേ. സ്റ്റബേൺ. സ്റ്റബേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര സ്റ്റബേൺ ആണെന്ന് പറയത്തില്ല, എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ തീരുമാനം തന്നെ ഉറച്ചിരിക്കും, മാറത്തില്ല, അങ്ങനെയുള്ള അതിനെന്താ പറയുന്നത്? ഡിറ്റർമൈൻ നോട്ട് ടു ചേഞ്ച് വൺസ് ആറ്റിറ്റ്യൂഡ് ഓർ പൊസിഷൻ. ഓക്കെ, ഇംപേഷ്യൻ. ഇംപേഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷമയില്ല. അൺഎബിൾ ടു ഡീൽ കാംലി വിത്ത് സംബഡി, മറ്റൊരാളുമായിട്ട് ഡീൽ ചെയ്യാൻ സമാധാനത്തോടെ ഇടപെടാൻ അറിയത്തില്ല, ഇംപേഷ്യൻ്റ് ആണ്. സപ്പോർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഗിവിങ് ഹെൽപ്പ്, സഹായിക്കുക. ഡിറ്റർമൈൻഡ്. ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാവിങ് മെയ്ഡ് എ ഫേം ഡിസിഷൻ, ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതിനാണ് ഡിറ്റർമിൻഡ് എന്ന് പറയുന്നത്. മിസ്ചീവിയസ്. മിസ്ചീവിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ കുട്ടി ഒത്തിരി മിസ്ചീവിയസാണ്, ഹീസ് എ മിസ്ചീവിയസ് ചൈൽഡ് എന്നൊക്കെ പറയാറില്ലേ, ഭയങ്കര കുസൃതി എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞാൽ എന്താ? കോസിങ് യുവർ ഫോണ്ട് ഓഫ് കോസിങ് ട്രബിൾ ഇൻ എ പ്ലേഫുൾ വേ. വൈൽഡ്. വൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? വെരി ആംഗ്രി, വല്ലാത്ത രീതിയിൽ. ഓക്കെ, സീരിയസ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് സില്ലി, സില്ലി ആയിട്ട് കരുതുന്നില്ല, ഭയങ്കര സീരിയസ് ആയിട്ടാണ് കരുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ക്യാരക്ടർ സ്കെച്ചിൽ എന്തൊക്കെ കാണും? അപ്പിയറൻസ് ഉണ്ട്, ഒരാളെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച്. ഏതെങ്കിലും ഒരാളെക്കുറിച്ച് നമ്മളോട് പറയും, ഗാന്ധിജിയെക്കുറിച്ച് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതണം? അദ്ദേഹം എങ്ങനെയാണ് കാണാൻ, അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്, അദ്ദേഹത്തിൻ്റെ ശക്തി എന്തൊക്കെയാണ്, അതേപോലെ അദ്ദേഹം ഫിസിക്കലി കാണാൻ എങ്ങനെ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ലൈക്കും ഡിസ്ലൈക്കും എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് ഇഷ്ടം, അതേപോലെ പിന്നെന്താ പറയുക, അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ എഴുതുന്നത് ക്യാരക്ടർ സ്കെച്ചിൽ എഴുതുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളോടൊരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് തന്നിട്ടുണ്ട്. രാമു എന്ന് പറഞ്ഞൊരു കുട്ടിയെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാമു ഈസ് എ 12-year-old ബോയ്, ഹീസ് ടോൾ ആൻഡ് ലീൻ. കുറച്ച് കാര്യങ്ങൾ രാമുവിനെ കുറിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? രാമു ഈസ് എ ബോയ് ഓഫ് 12 years. He is a tall boy but lean. People make fun of him because he is always looks sleepy. He is very much interested in listening music but not in sports. At the beginning he is a weakling and he is looking down upon by others, but later his personality changed after an encounter with a tiger. Because he was brave, according to my opinion, I think that he deserves to be treated with respect. Okay, അടുത്ത് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? You have read the story The Song of Songs. ഓക്കെ, അപ്പം ഇവിടെ ഇനി താഴെ കുറച്ച് നമുക്ക് എന്താ തന്നേക്കുന്നത്? കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട് താൻസനെ കുറിച്ച് അല്ലേ. താൻസൻ ബൗഡ് ഇൻ സൈലൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ അവിടെ താൻസൻ്റെ എന്ത് ഗുണമാണ് കാണുന്നത്? റെവറൻ്റ് ആണ് കാണുന്നത് അല്ലേ. നെക്സ്റ്റ് എന്താ? ബഹുമാനം. താൻസൻ സേസ് ദെയർ ഇസ് സമ്മൺ ഹു സിങ്സ് ബെറ്റർ ദാൻ ഐ ഡു. എന്നെക്കാൾ നല്ലപോലെ പാടുന്ന വേറൊരാളുണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മൾ എന്താണ് കാണുന്നത്? അദ്ദേഹത്തിൻ്റെ വിനയം, ഹമ്പിളാണ് കാണുന്നത് അല്ലേ. Next, very well Ustadji and Akbar smiled in Tansen's half-scared eyes. Tansen is afraid of the emperor. Which word tells us this? Tansen ഇവിടെ ആ രാജാവിനോട് ഒരു ഭയമുണ്ടല്ലേ, ഒരു പേടിയുണ്ട്, അതിലെ പകുതി കണ്ണ് തുറന്ന് ചിരിക്കുന്നത് അല്ലേ. അപ്പം അത് ഏത് വാക്കാണ് അവിടെ നമ്മൾക്ക് പറയാൻ പറ്റുന്നത്? ഹാഫ് സ്കെയർഡ് അല്ലേ, പകുതി പേടി. നെക്സ്റ്റ് എന്താണ്? Tansen knew how to get round him. He made a deliberate mistake. Which word best describes his attitude? താൻസൻ അറിയാം എങ്ങനെയാണ് ആ ഗുരുവിനെ താൻസൻ്റെ വശത്താക്കേണ്ടത്. അതുകൊണ്ട് താൻസൻ ഒരു മിസ്റ്റേക്ക് ചെയ്തു. ഇവിടെ താൻസൻ്റെ എന്ത് ഗുണമാണ് കാണുന്നത്? ക്ലെവർ ആണല്ലേ. താൻസൻ ബുദ്ധിമാനായിരുന്നു. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഈ താൻസൻ ഇസ് എ കോർട്ട് മ്യൂസീഷ്യൻ ഓഫ് എംപറർ അക്ബർ. ഹി ഹോൾഡ്സ് ഹിസ് എംപറർ ഇൻ ഹൈ റെവറൻസ്. ഇത് നമ്മൾ ഫസ്റ്റ് ലൈൻ നമുക്ക് കാണാം എല്ലാവരും തന്നേക്കുന്ന ഹിൻഡിൽ. അപ്പം ഇതെല്ലാം ഉപയോഗിച്ച് നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളോട് ഒരു സന്ത് ഹരിദാസിനെ കുറിച്ച് ഒരു ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നോക്കിയേ,
താൻസനെ കുറിച്ച് നമുക്ക് എഴുതാനുണ്ട്. ഓക്കെ, താൻസനെ കുറിച്ച് നമ്മളപ്പോൾ എന്താ എഴുതുന്നത്? Tansen is the court musician of Emperor Akbar. He holds his emperor in high reverence. Every day he comes to Akbar's court and regales him with sweet music. One day the emperor said that Tansen had the most wonderful voice in the world. Tansen replies that there is another singer who sings far better than he does. Akbar and Tansen together go to Sant Haridas, Tansen's guru. He lived the austere life of a hermit. At first the guru was not willing to sing. But later, when Tansen makes a deliberate mistake, the guru is forced to correct his favorite pupil. Thus, he proves the fact of the emperor. Okay, to the emperor. അപ്പോൾ നമ്മളത് കണ്ടു. ഇനി ക്യാരക്ടർ സ്കെച്ച് സന്ത് ഹരിദാസിനെ കുറിച്ച് നമുക്ക് എന്തെഴുതാൻ പറ്റും? സന്ത് ഹരിദാസിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് നോക്കാം. Sant Haridas was Tansen's music teacher. He lived the austere life of a hermit. When Akbar and Tansen asked him to sing, he replied that he was not long past the age for singing. But when he began to sing, the melody of his voice spread across the forest like the first glimmer of dawn or the fragrance of jasmine. Both Akbar and Tansen listened to him as if they were hypnotized. From this, it is clear that Sant Haridas was an inspired musician. ഓക്കെ, അടുത്ത ഇവിടെ നമുക്ക് താഴെ കൊടുത്തേക്കുന്ന 2A B Cയും എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? നിങ്ങൾ ഒരു ക്ലാസ്സിലൊരു നാടകം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്, അത് ഇൻകംപ്ലീറ്റ് ആണ്. അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ നിങ്ങളൊരു നാടകം പ്ലേ ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി നിങ്ങൾ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക പറഞ്ഞേക്കുന്നത്? ഇത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ റെക്കോർഡ് ചെയ്തിട്ട് ഒന്നെങ്കിലും സ്കൂൾ ബ്ലോഗിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ഇടുക, ടീച്ചറിനോട് പറയുക. അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3യിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഡയറി എഴുതുന്നതിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, now write the likely diary entry Tansen would make considering the futures you have learned. Tansen ഈ ഡയറിയിൽ എന്തൊക്കെ വേണം? ഒന്ന് ഡേറ്റ് വേണം, ഓപ്പണിംഗ് കാണണം, ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി വേണം. ഇങ്ങനെയാണ് ഡയറിയുടെ ആ ഒരു സ്ട്രക്ചർ. ഓക്കെ, അപ്പം ഈ സ്ട്രക്ചർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഡയറി തയ്യാറാക്കണം. താൻസൻ എഴുതുന്ന ഒരു ഡയറി കുറിപ്പ് എന്തായിരിക്കും താൻസൻ എഴുതുന്നത്? 7th അല്ലെങ്കിൽ 12th എന്തെങ്കിലും നമുക്കൊരു ഡേറ്റ് കൊടുക്കാം. ഓക്കെ, കൊടുത്തിട്ട് ടുഡേ ഐ വാസ് വെരി ഹാപ്പി. Emperor Akbar congratulated me when I finished. Then together we went to see my guru, Sant Haridas, and listened to his music. It was a divine experience and we listened to him as if we were hypnotized. Oh, it was an excellent experience. Okay, അപ്പം അങ്ങനെ നമുക്ക് ഡയറി എഴുതാം. അടുത്ത എക്സെപ്റ്റ് ഫ്രം മൂൺ വാക്ക്. ഇതിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ഗ്രാമറൊക്കെ ഉണ്ട്. ഈ ഒരു എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വയം അദ്ദേഹത്തെക്കുറിച്ച്, എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം അല്ലെങ്കിൽ കൊച്ചു സിനിമ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയാണ് എക്സെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു ബുക്കിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു കൊച്ചു ഭാഗം അല്ലെങ്കിൽ ഒരു പോർഷൻ നമുക്ക് വായിക്കാൻ വേണ്ടി തരുന്നതാണ് എക്സെപ്റ്റ് എന്ന്. അല്ലെങ്കിൽ ഒരു മൂവിയിൽ നിന്നോ ഒരു പാട്ടിൽ നിന്നോ കവിതയിൽ നിന്നോ ഒക്കെ ചെറിയൊരു ഭാഗം നമുക്ക് പഠിക്കാൻ തരുന്നതിന് ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൂൺ വാക്ക് എന്ന അതിലുള്ള ഒരു എക്സെപ്റ്റാണ് നമുക്കിത് പഠിക്കാനുള്ളത്. അതേപോലെ ഇതെന്താണ്? ദ മെമ്മോയർ ഓഫ് മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ ഒരു മെമ്മോയറാണ്. മെമ്മോയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർമ്മക്കുറിപ്പാണ്. ഓക്കെ, അപ്പം മൈക്കിൾ ജാക്സൺ എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത്? അപ്പം ഇത് ആരെഴുതിയത് എക്സെപ്റ്റാണ്? ഇത് മൈക്കിൾ ജാക്സൺ എഴുതിയ എക്സെപ്റ്റാണ്. ഇനി ദ ഓത്തർ ഹിംസെൽഫ് ഹാസ് റിട്ടൺ ഇറ്റ് ഈസ് ഹിസ് മെമ്മോയർ. ഇവിടെ ഓത്തർ തന്നെ എഴുതിയതാണ് ഈ ഒരു എക്സെപ്റ്റ്. അതുകൊണ്ട് ഇതിനെ എന്താണ് പറയുന്നത്? മെമ്മോയർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് യു റൈറ്റ് അബൌട്ട് മൈക്കിൾ ജാക്സൺ ഹൗ വിൽ ഇറ്റ് ബി? ഇപ്പം നോക്കിയേ, ഇത് ഫസ്റ്റ് കോളത്തിൽ തന്നേക്കുന്നത് മൈക്കിൾ ജാക്സൺ സ്വയം എഴുതുന്നതായിട്ടാണ്. സെക്കൻഡ് കോളത്തിൽ നിങ്ങൾ മൈക്കിൾ ജാക്സനെ കുറിച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇവിടെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കാണാൻ കഴിയുന്നത്? ഫൈൻഡ് ഔട്ട് ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സെൻറ്റൻസസ്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത്? ഒന്ന്, ചേഞ്ച് ഓഫ് പേഴ്സൺ, ആൾ മാറിയിട്ടുണ്ടല്ലേ. ഇപ്പോൾ മൈക്കിൾ ജാക്സൺ അല്ല, നിങ്ങളാണ് എഴുതുന്നത്. അതേപോലെ ടെൻസ് ചേഞ്ച്, ടെൻസും കാലവും വ്യത്യാസം വരും. വെൻ മൈക്കിൾ ജാക്സൺ റൈറ്റ്സ് അബൌട്ട് ഹിംസെൽഫ് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ ഈസ് യൂസ്ഡ്. വെൻ വി റൈറ്റ് അബൌട്ട് മൈക്കിൾ ജാക്സൺ ദ തേർഡ് പേഴ്സൺ സിംഗുലർ ഹീ ഈസ് യൂസ്ഡ് അല്ലേ. അടുത്ത ടെൻസ് എന്താണ് ചേഞ്ച് വന്നിരിക്കുന്നത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് കോളം. മൈക്കിൾ ജാക്സൺ സ്വയം എഴുതുമ്പോഴത് എങ്ങനെയാണ്? പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലേ. അതേപോലെ നമ്മൾ എഴുതുമ്പോഴോ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നൗ റീറൈറ്റ് ദ മെമ്മോയർ ഓഫ് മൈക്കിൾ ജാക്സൺ ഇൻ ടു എ പ്രൊഫൈൽ. ഇത് മൈക്കിൾ ജാക്സൺ എഴുതിയ മെമ്മോയറാണ്. അതിപ്പോൾ നമുക്ക് എന്താക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? പ്രൊഫൈൽ. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുകയാണ്. അദ്ദേഹം തന്നെ എഴുതുകയല്ല, നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുമ്പോഴും നമ്മൾ എങ്ങനെ എഴുതുന്നത്? മൈക്കിൾ ജാക്സൺ had always wanted to be able to tell stories that came from his soul. He would like to sit by the fire and tell people stories
He would like to tell tales to move their soul and transform them. He had always wanted to be able to do that. He sometimes felt he could do it. Okay, അപ്പോൾ നമ്മൾ അങ്ങനെ പ്രൊഫൈലിൽ എന്തൊക്കെയാണ് വേണ്ടി ഹീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ അല്ല ഉപയോഗിക്കുന്നത്, ഹീ ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് AR റഹ്മാൻ. AR റഹ്മാൻ്റെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? റീഡ് ദ പ്രൊഫൈൽ ഓഫ് AR റഹ്മാൻ. ഇവിടെ AR റഹ്മാൻ സ്വയം എഴുതിയതല്ല. ആയിരുന്നെങ്കിൽ എന്തായിരുന്നു എഴുതേണ്ടത്? മെമ്മോയർ ഓഫ് AR റഹ്മാൻ എന്നായിരുന്നു കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ വേറൊരാൾ എഴുതിയിരുന്നുകൊണ്ട് ഇതെന്താണ്? ഇതൊരു പ്രൊഫൈലാണ്. ഇപ്പം നിങ്ങൾ ഇതെന്ത് ചെയ്യുക? നിങ്ങൾ ഈ പ്രൊഫൈലിനെ ഒരു മെമ്മോയറായിട്ട് റീറൈറ്റ് ചെയ്യണം. അപ്പം ഇത് AR റഹ്മാൻ സ്വയം എഴുതുന്നതായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? AR റഹ്മാൻ ഈസ് പോപ്പുലർലി നോൺ ആസ് ദ മാൻ. അപ്പം ഇത് നമുക്ക് കേൾക്കാം? I am popularly അല്ലേ? അതിന് പകരം എന്ത് എഴുതാം? ഞാൻ. I am popularly known as the man who has redefined contemporary Indian music. I was hailed by the Time magazine as the Mozart of Madras. I pursued music as a career from a very young age. In 1991, the noted filmmaker Mani Ratnam offered me a movie called Roja, which brought me nationwide fame and many awards. ഇവിടെ I, അതേപോലെ me, my ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. I ആണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്? മെമ്മോയറിൽ ഉപയോഗിക്കും. അപ്പോൾ മെമ്മോയർ എന്താണ്, പ്രൊഫൈൽ എന്താണ്, അതിൻ്റെ വ്യത്യാസം നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? കുറച്ച് സർക്കിൾസിൽ നോക്കി. ഗെറ്റ് എന്താണ്? ഗെറ്റ് എന്ന് പറയുന്ന ഒരു വെർബാണ് അല്ലേ, ക്രിയയാണ്. ഗെറ്റിൻ്റെ കൂടെ ചേരുന്ന ഒരു ഫ്രേസൽ വെർബ് നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട് എക്സാമ്പിൾ. ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്കേപ്പ് ചെയ്യുക. വേറെ നമുക്ക് എന്തൊക്കെ ചേർക്കാം? ഗെറ്റപ്പ് ഉണ്ടല്ലേ, ഗെറ്റപ്പ്, ഗെറ്റ് ഡൗൺ, ഗെറ്റ് ഇൻ അകത്തേക്ക് കയറും, ഗെറ്റ് ഓൺ പുറത്ത് കയറും, ഗെറ്റ് ഓവർ അതിൻ്റെ മുകളിലേക്കൂടെ പോകും, ഗെറ്റ് റൗണ്ട്, ഗെറ്റ് അലോങ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെയൊക്കെ മീനിങ് എന്താണ്? ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖകരമോ സൗഹൃദപരമോ ആയ ബന്ധമുണ്ടായിരിക്കുക, അതാണ് ഗെറ്റ് അലോങ്. ഗെറ്റ് അവേ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യുക അല്ലെങ്കിൽ രക്ഷപ്പെടുക. ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ കിടക്കിൽ നിന്ന് എഴുന്നേൽക്കുക. ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. ഗെറ്റ് ഇൻ ലക്ഷ്യത്തിലേക്ക് എത്തുക. ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? പുരോഗമിക്കുക. ഓക്കെ, ഗെറ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ അനുനയിപ്പിക്കുക. ഓക്കെ, അപ്പം ബിയിൽ എന്താ പറയുന്നത്? നൗ യു മേ കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ചൂസിങ് ഫ്രം ദ ഫ്രേസൽ വെർബ്സ് യു ഹാവ് ലിസ്റ്റഡ് അബവ്. നമുക്ക് കുറച്ച് ഫ്രേസൽ വെർബ് നമ്മളിപ്പോൾ കണ്ടെത്തി എഴുതിയിരുന്നു അല്ലേ? അപ്പം ഈ താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകൾ ഇൻകംപ്ലീറ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അത് ഇതിലെ ഏത് ഫ്രേസൽ വെർബാണോ ചേരുന്നത് അതിവിടെ എഴുതുക. വാട്ട് ടൈം ഡു യു, അതെന്താ വരുന്നത്? വാട്ട് ടൈം ഡു യു ഗെറ്റ് അപ്പ് ആണല്ലേ, ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്. ദ സെക്യൂരിറ്റി സൗണ്ടഡ് ദ അലാം ആൻഡ് ദ റോബോസ് വെർ നോട്ട് ഏബിൾ ടു ഗെറ്റ് അവേ ഫ്രം ദ പ്ലേസ് അല്ലേ. Good friends get along with each other quite well. As soon as I know the results, I will get on to you. മനസ്സിലായല്ലോ. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? I can't seem to have enough. Here can't is the contracted form of cannot. ഇവിടെ can't എന്ന് കാണാം, CANT അല്ലേ. ഇവിടെ can't എന്ന് പറയുന്നത് എന്തിൻ്റെ ഷോർട്ട് ഫോം ആണ്? can't, കനോട്ടിൻ്റെ ആണല്ലേ. അതേപോലെ ഡു നോട്ട്, ഐ ആം, ഡസ് നോട്ട്, ദാറ്റ് ഈസ്, വിൽ നോട്ട്, ഇറ്റ് ഈസ്, ഐ വുഡ് അല്ലെങ്കിൽ ഐ ഹാഡ്. ഇതിന് നമുക്ക് എങ്ങനെ കോൺട്രാക്റ്റഡ് ഫോം ആക്കാം, ഷോർട്ട് ഫോം ആക്കാൻ പറ്റും? ഡു നോട്ട് എന്തായിരിക്കും? ഡോണ്ട് ആണല്ലേ. ഐ ആം അതിന് പകരം എന്തെഴുതാം? ആം. പിന്നെ എന്തെഴുതാം? ഡസ് നോട്ട് അതിന് പകരം ഡസിൻറ്റ്. ദാറ്റ് ഈസ് അതിന് പകരം ദാറ്റ്സ്. വിൽ നോട്ട് അതിന് പകരം വോണ്ട്. ഇറ്റ് ഈസ് അതിന് പകരം ഇറ്റ്സ്. ഐ വുഡ് അല്ലെങ്കിൽ അതിനെന്തെല്ലാം? ഐ എഴുതിയ അപ്പോസ്ട്രോഫി ഡി, ഐ വുഡ്. ഓക്കെ, റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. പിന്നെ നമ്മളോട് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? താഴെ നമുക്ക് എന്താ കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ് തന്നിരിക്കുന്നത് അല്ലേ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വൺ ഹു പ്ലേസ് ഇറ്റ്. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് പിയാനോ. അത് ഉപയോഗിക്കുന്ന ആൾ, ആ ഉപകരണം ഉപയോഗിക്കുന്ന ആൾ എന്തായിരിക്കും പറയുന്നത്? പിയാനിസ്റ്റ് എന്നാണ് പറയുന്നത്. ഇതേപോലെ നമുക്ക് മുകളിൽ കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പേരെഴുതിയിട്ട് അത് പ്ലേ ചെയ്യുന്ന ആളെ എന്താണ് പറയുക അതും കൂടി എഴുതണം. അപ്പോൾ വയലിൻ ഉപയോഗിക്കുന്ന ആളെ എന്തായിരിക്കും പറയുന്നത്? വയലിനിസ്റ്റ് എന്നാണ് പറയുന്നത്. ഗിറ്റാറോ? ഗിറ്റാറിസ്റ്റ്. ഫ്ലൂട്ടിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. ദ ഫസ്റ്റ് ലെറ്റർ ഇസ് ഗിവൺ ഫോർ യു. ഫസ്റ്റ് ലെറ്റർ നമുക്ക് ഓരോന്ന് തന്നിട്ടുണ്ട്. ഈ സെൻറ്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ജോൺ ആൻഡ് ടോം പ്ലേ ഇൻ എ റോക്ക് എന്തായിരിക്കും? റോക്ക് ബാൻഡ് അല്ലേ. മൈ ഫ്രണ്ട്സ് പ്ലേസ് ദ വയലിൻ ഇൻ ആൻ ഓർക്കസ്ട്ര. അരുൺ പ്ലേസ് ദ ഗിറ്റാർ ഇൻ ദ റോക്ക് ബാൻഡ്. നെക്സ്റ്റ് എന്തായിരിക്കും? അരവിന്ദ് ഈസ് ദ സിംഗർ അല്ലേ. നെക്സ്റ്റ് ഡു യു പ്ലേ എനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. അതേപോലെ ടോം ഈസ് പ്ലേയിങ് ദ ഗിറ്റാർ ബട്ട് ഹൂ ഈസ് ദ കീബോർഡ് പ്ലെയർ.
അല്ലേ? There are 5 in the band and they are all good musicians. James was the composer in several orchestras. Okay. അപ്പം ഇവിടെ നമ്മൾ കണ്ടു. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? സബ്ജക്റ്റും സിംഗുലറും പ്ലൂറലും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആരെക്കുറിച്ചാണോ പറയുന്നത്? എന്താണ് വിഷയം? അതാണ് സബ്ജക്റ്റ്. അത് സിംഗുലർ ആണോ, ഏകവചനമാണോ, ബഹുവചനമാണോ എന്ന് കണ്ടുപിടിക്കണം. അക്ബർ എന്താണ്? സിംഗുലർ ആണ് അല്ലേ? ഒറ്റ ആളെ കുറിച്ചാണ് പറയുന്നത്. ദേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെന്ന് പറയുമ്പോൾ എന്താണ്? പ്ലൂറലാണ് അല്ലേ? ബഹുവാണ്, ഒരുപാടുണ്ടല്ലേ? ഒന്നല്ല, ഒന്നിലധികമുണ്ട്. ഇനി നോക്കി, ഇതുപോലത്തെ ഈ പാസേജിൽ നിന്ന് നമുക്ക് സബ്ജക്റ്റും കണ്ടുപിടിക്കണം ഓരോ സെൻറ്റൻസിൽ നിന്നും. അതേപോലെ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നമുക്ക് തരം തിരിച്ച് എഴുതണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെഴുതാം? അക്ബർ കഴിഞ്ഞിട്ട് ദേ അവർ തന്നിട്ടുണ്ട്. ഇനി രണ്ടെണ്ണം നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ഒന്ന് നമുക്ക് എന്തെഴുതാം? സന്ത് ഹരിദാസ് എന്താണ്? സിംഗുലർ ആണ്. യെസ്. അതേപോലെ മെലഡി എന്താണ്? സിംഗുലർ ആണ്. യെസ്. അടുത്തത് ഇതേ പാസേജിൽ നിന്ന് നമുക്ക് വെർബ് കണ്ടുപിടിച്ച് എഴുതണം. വെർബ് മൂന്നെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. സിംഗുലറും പ്ലൂറലുമായിട്ട് അവർ തരം തിരിച്ചിട്ടുണ്ട്. ലിസൺസ് എന്ന് പറയുമ്പോൾ അവിടെ എസ് ഉണ്ട്. എസ് വരുന്നത് എന്താണ്? സിംഗുലർ ആണ്. യെസ്. ഗോ എന്താണ്? പ്ലൂറൽ. ഫൈൻഡും പ്ലൂറൽ ആണ്. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം? റെഫ്യൂസസ് എന്ന് പറയുമ്പോൾ അവിടെ ഈ എസ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് സിംഗുലർ ഫോമാണ്. സിങ്സിൽ എന്തുകൊണ്ട്? ഈ എസ് ഉണ്ട്. എസ് വരുന്നത് എന്താണ്? സിംഗുലർ ഫോമാണ്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ദ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ് വിത്ത് ദ വേർഡ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. നമുക്ക് സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, അക്ബറാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ സബ്ജക്റ്റ്. ഇത് മാറ്റി നമുക്ക് എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന സബ്ജക്റ്റ് ചേർത്ത് നമുക്ക് ആ സെൻറ്റൻസ് റീറൈറ്റ് ചെയ്യണം. അപ്പം അതിൽ കൊടുത്തിരിക്കുന്ന വെർബും എല്ലാം ടെൻസുകളും മാറും അല്ലേ? ഫസ്റ്റ് എന്താണ്? അക്ബർ ലിസൺസ് ടു താൻസൻ എവറി ഡേ. അക്ബർ താൻസൻ എല്ലാ ദിവസവും കേൾക്കും. ഇനി അക്ബറിന് പകരം അക്ബർ ആൻഡ് ദ കോർട്ടിയാസ്. അപ്പോൾ ഇപ്പോൾ പ്ലൂറലായി. പ്ലൂറൽ വരുമ്പം ലിസൺസിൻ്റെ എസ് പോകും. അക്ബർ ആൻഡ് ദ കോർട്ടിയാസ് ലിസൺ ടു ദ താൻസൻ എവറി ഡേ, അങ്ങനെ വരും അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി തിങ്സ് താൻസൻ ഹാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദ ഹോൾ വേൾഡ്. ഇതിന് പകരം നമുക്ക് എന്തെഴുതാം? ഹീക്ക് പകരം ദേ ആണ് എഴുതുന്നത്. അപ്പോൾ ദേ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. തിങ്സ്, അപ്പോൾ എസ് പോകുമ്പോൾ ദേ തിങ്ക് ആവും അല്ലേ? ദേ തിങ്ക് താൻസൻ ഹാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ വോയിസ് ഇൻ ദ വേൾഡ്. അടുത്ത അക്ബർ എൻക്വയർസ് അബൌട്ട് ദ പേഴ്സൺ. അക്ബറിന് പകരം എന്തെഴുതണം? ദ കോർട്ടിയേഴ്സ് എന്ന് എഴുതാം. കോർട്ടിയേഴ്സ് എന്താണ്? പ്ലൂറൽ ഫോമാണ്. അപ്പോൾ അതെങ്ങനെ എഴുതാം? ദ കോർട്ടിയേഴ്സ് എൻക്വയർസ് വരത്തില്ല, എൻക്വയർ വരും അല്ലേ? എസ് പോവും. നെക്സ്റ്റ് ദേ ഫൈൻഡ് ഹിം ബിസി വിത്ത് ഹിസ് ഡെയിലി കോഴ്സ്. ദേക്ക് പകരം ഇനി താൻസൻ സിംഗുലർ ആണ്. അപ്പം ഫൈൻഡിന് പകരം ഫൈൻസ് ആവും. താൻസൻ ഫൈൻസ് ഹിം ബിസി വിത്ത് ഹിസ് ഡെയിലി കോഴ്സ്. താൻസൻ ആൻഡ് ദ എംപറർ റീച്ച് ഹിസ് ഹട്ട്. താൻസൻ ആൻഡ് ദ എംപറർ. അപ്പം നോക്കിയേ, അതിന് പകരം എംപറർ മാത്രം. അപ്പോൾ സിംഗുലർ ആവും. സിംഗുലറിന് എന്ത് വരും? ഈ എസ് വരും അല്ല? റീച്ചസ്. ദ എംപറർ റീച്ചസ് ഹിസ് ഹട്ട്. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? 9A പറഞ്ഞേക്കുന്നത് ഇഫ് ചേർത്ത് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്, ക്ലോസുകൾ. ഇഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പറയുന്നത് ഇഫ്. അപ്പം ഇഫിൻ്റെ ഇവിടെ എന്താ ചോദ്യം തന്നേക്കുന്നത്? ഇഫിൻ്റെ ചോദ്യം തന്നേക്കുന്നത് കംപ്ലീറ്റ് ദ ആൻസേഴ്സ് യൂസിങ് ദ വേർഡ് ഓർ വേർഡ്സ് ഇൻ ക്യാപിറ്റൽ വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. നമുക്കൊരു കുറച്ച് വേർഡ്സ് ക്യാപിറ്റലിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ബോയിൽ, സ്റ്റീം, ടേൺ ബാക്ക് എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇഫ് ചേർത്തിട്ട് നമുക്ക് ആ ക്വസ്റ്റിനെ നമുക്ക് അത് ഇഫ് ക്ലോസ് ആയിട്ടുള്ള സെൻറ്റൻസ് ആയിട്ട് എഴുതണം. വാട്ട് ഹാപ്പൻസ് വെൻ യു ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് വെള്ളം ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ബോയിലാന്ന് പറഞ്ഞാൽ തിളയ്ക്കും. അതിപ്പോൾ നമ്മളത് എങ്ങനെ എഴുതുന്നത്? കൺവേർട്ട് ചെയ്യണം, ഇഫ് കൊണ്ട് എഴുതണം. ഇഫ് യു ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി ഇറ്റ് വിൽ ബോയിൽ. ഇഫ് ചേർക്കുമ്പോൾ എങ്ങനെയാവും? ഇഫ് വി ഹീറ്റ് വാട്ടർ അല്ലേ? നെക്സ്റ്റ് ഇതേപോലെ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? വാട്ട് ഡസ് വാട്ടർ ടേൺ ഇൻ ടു വെൻ വി ബോയിൽ ഇറ്റ്. അതെങ്ങനെ എഴുതാം? ഇഫ് വി ബോയിൽ വാട്ടർ ഇറ്റ് വിൽ ടേൺ ഇൻ ടു സ്റ്റീം. വാട്ട് ഹാപ്പൻസ് വെൻ വി കൂൾ ദ സ്റ്റീം? If we cool steam, it will turn back to water. Next എന്താ പറഞ്ഞേക്കുന്നത്? What happens when we heat a piece of metal? അവിടെ എന്ത് എഴുതാം നമുക്ക്? If we cool a piece of metal, if we heat a piece of metal, it will expand. What happens when we cool a piece of metal? If we cool a piece of metal, it will contract. What happens when we freeze water? If we freeze water, it will expand. അപ്പം ഇഫ് ചേർക്കുമ്പോൾ എങ്ങനെയാണ് വ്യത്യാസം എന്ന് നമ്മൾ കണ്ടു. ഇതേപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ആസ് ഇഫ് കൊണ്ട് നമുക്ക് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഹീ ഈസ് റിച്ച് ബട്ട് ഹീ വാക്ക്ഡ് ഡാഷ്. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? ഹീ വാക്ക്ഡ് ആസ് ഇഫ് ഹീ വെർ പുവർ. ഓക്കെ. രാജു ബീറ്റ്സ് റോയ്.
സെർവൻറ്റ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? രാജു ബീറ്റ്സ് റോയ് ആസ് ഇഫ് ഹീ വെയർ ഇസ് സെർവൻറ്റ്. എന്ന പോലെ, ആസ് ഇഫ് എന്ന് പറഞ്ഞാൽ എന്താ? എന്ന പോലെ, ഒരു വേലക്കാരൻ എന്ന പോലെയാണ് രാജു റോയിയെ അടിച്ചത്. അവൻ നടക്കുന്ന കണ്ടാൽ അവൻ എന്തോ പാവപ്പെട്ടവനെ പോലെയാണ് നടക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? വി ലാഫ്ഡ് ജോക്ക്. അപ്പോൾ അതെങ്ങനെ എഴുതാം? വി ലാഫ്ഡ് ആസ് ഇഫ് വി ഹേർഡ് എ ജോക്ക്. ഞങ്ങൾ ചിരിച്ചു, ഒരു ജോക്ക് കേട്ടതുപോലെ ആണ് ഞങ്ങൾ ചിരിച്ചത്. ഹീ ലേ ഓൺ ദ ഫ്ലോർ ഡെഡ്. അപ്പം അവിടെ ആസ് ഇഫ് എങ്ങനെ ചേർക്കും? ഹീ ലേ ഓൺ ദ ഫ്ലോർ ആസ് ഇഫ് ഹീ വെയർ ഡെഡ്. അവൻ ഫ്ലോറിൽ കിടക്കുന്ന കണ്ടാൽ മരിച്ചവരെ പോലെയാണ് കിടന്നത്. അപ്പം ആസ് ഇഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെ എന്ന് പറയുന്നതിനാണ് ആസ് ഇഫ് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ലിസണിങ് ടാസ്ക് 1ഉം 2ഉം നിങ്ങൾ ചെയ്യുക. അത് ജസ്റ്റ് ഫില്ല് ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് 13 എന്താ പറഞ്ഞേക്കുന്നത്? 13 മുമ്പ് 12 എഡിറ്റിംഗ് ഉണ്ടല്ലേ. എഡിറ്റിങ്ങിൽ നമുക്ക് സിംഗുലറും പ്ലൂറലും നമ്മൾ കുറച്ച് മുമ്പേ ചെയ്തതുപോലെ തന്നെയാണ്. അത് നമുക്ക് നോക്കി ചെയ്യാം. കല്യാണി ഡിസൈഡ്. കല്യാണി എന്ന് പറയുമ്പോൾ സിംഗുലറാണ്, അപ്പം ഡിസൈഡ്സ് എന്ന് വരും അല്ലേ. ഈ എസ് ഉണ്ട്. അതേപോലെ ഹെർ ഡോഗ്സ്. ഡോഗ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. പ്ലൂറൽ എന്ത് വരും? ഡോഗ്സ് ഗോയാണ് വരുന്നത്. മെനി വുമൻസ്. വുമൻസ് എന്ന് വരത്തില്ല, അതിന് വരും മെനി വുമൺ ആണ് വരുന്നത്. അതേപോലെ ഇഫ് ഐ വോൺ ദ ഫസ്റ്റ് പ്രൈസ് അല്ല, ഇഫ് ഐ വിൻ ആണ് വരേണ്ടത്. നെക്സ്റ്റ് ദ പായസം മേക്കിംഗ് കോൺടെസ്റ്റ് ബിഗിൻസ്. ബിഗിന് പകരം എന്ത് വരും? ബിഗിൻസ് എന്ന് വരും. ഫൈനലി ദ ജഡ്ജസ് അനൗൺസസിന് പകരം എന്ത് വരും? ജഡ്ജസ് പ്ലൂറലാണ്, അപ്പം അനൗൺസസിന് പകരം അനൗൺസ് വരും. കല്യാണി വിൻ ദ ഫസ്റ്റ് പ്രൈസ് അല്ല, കല്യാണി സിംഗുലർ ആയതുകൊണ്ട് വിൻസ് ദ ഫസ്റ്റ് പ്രൈസ്. നെക്സ്റ്റ് ഷീ ബൈസ് സം ബിസ്ക്കറ്റ്സ് ആൻഡ് റിട്ടേൺ അല്ല, റിട്ടേൺസ്, കാരണം ഷീ ആണ്. അപ്പം എഡിറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലായി. 13th എന്താണ് പറഞ്ഞേക്കുന്നത്? 13th പറഞ്ഞേക്കുന്നത് സം വേർഡ്സ് ആർ സ്ക്രാമ്പിൾഡ്. നമുക്ക് തന്നിരിക്കുന്ന വേർഡ്സ് എല്ലാം തിരിച്ചൊക്കെ എഴുതിക്കുന്നത്, നമുക്ക് ഓർഡർ ചെയ്ത് നമുക്ക് എഴുതണം. മെനി ഹാൻഡ്സ് മേക്ക് ലൈറ്റ് വർക്ക്. നെക്സ്റ്റ് എന്താണ്? ഔട്ട് ഓഫ് ദ ഫ്രൈയിങ് പാൻ ഇൻ ടു ദ ഫയർ അല്ലേ. ആ ലെറ്റേഴ്സ് നമ്മൾ തിരുത്തി റീറൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേർഡ്സ് കിട്ടും. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ആർ ഹാച്ച്ഡ്. Honesty is the best policy. Action speaks louder than words. ഓക്കെ, അപ്പം ഇതിലൂടെ നമ്മുടെ ഈ യൂണിറ്റ് 2ൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കണ്ടു. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ, ജസ്റ്റ് ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, കമൻറ്റ് മീ. See you in the next video. Thank you. God bless you.